ഫ്രണ്ട് ഓഫീസ് മുതൽ തുടങ്ങുക ഇവരുടെ ജോലി സാധ്യതകൾ. ഒരു കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടും അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഏരിയാസ് ഉണ്ട്, IP ഏരിയ, OP ഏരിയ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ എല്ലാം കോർഡിനേറ്റർ, IP കോർഡിനേറ്റർ, ED കോർഡിനേറ്റർ ഒക്കെ ആയിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇവർക്ക് കിട്ടും. ഏത് സ്ഥാപനം ഹെൽത്ത് കെയർ എന്ന് തന്നെ വേണമെന്നില്ല. ഇപ്പം ഒരു ഓഫീസ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേം എടുക്കുകയാണെങ്കിലും അൾട്ടിമേറ്റ്ലി ആ ഒരു അഡ്മിൻ കപ്പാസിറ്റിയിലുള്ള റോൾസ് എല്ലാം സ്ട്രോങ് ആയി കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു അടിത്തറ സ്ട്രോങ് ആവുള്ളൂ. സിംഗിൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഒരാൾക്ക് തന്നെ മൾട്ടി ടാസ്കിങ് ജോലികൾ ചെയ്യാനുള്ള ഒരു സ്കില്ല് ഈ കോഴ്സിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആസ്പെക്റ്റിലുള്ള ഒരുപാട് ഓപ്പണിങ്സും കൂടിയും ശരിക്കും ഈ ഒരു കോഴ്സിലൂടെ ഇവർക്ക് തുറന്നു കിട്ടുന്നുണ്ട്. ശരിക്കും ഒരു സാധ്യതയുടെ വലിയൊരു ലോകം തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസ് അടക്കം ഇതുപോലെ ക്ലിനിക്കുകൾ റൺ ചെയ്ത് സക്സസ്ഫുള്ളി അവർ ഇപ്പോൾ പ്ലേസ്ഡ് ആയിട്ട് GCC കൺട്രീസിൽ വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനീ പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഈ പറഞ്ഞ ബാച്ചുകളിൽ നിന്ന് ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം ഇവിടെ കുറച്ച് ബേപ്പൂർ ഭാഗത്തൊരു ക്ലിനിക്കിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് കയറിയതാണ്. അപ്പോൾ ഇനീഷ്യലി കയറിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കര വലിയൊരു ഹൈ സാലറിഡ് ജോബൊന്നുമല്ല. പക്ഷേ ആളൊരു വിത്തിൻ 6 months വേറെ ഹോസ്പിറ്റലിലേക്ക് മാറി. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു 1 year കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് ആൾ മെസ്സേജ് അയച്ചത് ആളിന്ന് ദുബായിൽ ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യണം.